നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം കർക്കിടക കുറിൽപ്പെട്ട ആയില്യം നക്ഷത്രത്തിന് അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ട് ആയില്യം നക്ഷത്രത്തെ പറയപ്പെടുന്നു. സർപ്പ നക്ഷത്രമായിട്ടും ഇതിനെ പറയാറുണ്ട്. സർപ്പങ്ങളാണ് ഇതിൻ്റെ ദേവതകളായിട്ടും പറയുന്നത്. ഇവർക്ക് ആദ്യം ഗുണദോഷ സമ്മിശ്രമായിട്ടും മധ്യത്തിൽ അല്പം ദോഷമായിട്ടും അന്ത്യത്തിൽ ഗുണകരമായിട്ടുമാണ് പറയപ്പെടുന്നത്. കാര്യതടസ്സങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാവുമെങ്കിൽ പ്രായണ നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് മഹാവിഷ്ണു ഭജന നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഏത് കാര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. വരവിലും കുറഞ്ഞ ചെലവ് ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊരു അടിത്തറ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയാം. സാമ്പത്തിക നിലയിൽ കുറച്ച് സ്വരച്ചേർച്ച കുറവ് പങ്കാളിയായിട്ടൊക്കെ ഉണ്ടായി എന്ന് വരാം. ഭൂമി അല്ലെങ്കിൽ വിളവെടുപ്പുള്ള വസ്തുക്കൾ ആധാരം ഇവയൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഓഹരിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പുതിയ വീട് പണിത് വീട്ടിൽ താമസിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അവനവൻ്റെ അധീനതയിൽ പൂർവിക സ്വത്തുക്കളൊക്കെ വന്നു ചേരാനുള്ള അവസ്ഥയൊക്കെ വന്നു ചേരുന്നതായിരിക്കും. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു മധ്യസ്ഥത നിൽക്കുന്നത് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ആദായം ഉദ്ദേശിച്ചതനുസരിച്ച് ചില അവസരങ്ങൾ കിട്ടിയെന്ന് വരികയില്ല. ബഹുമാനങ്ങൾ ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നഷ്ടത്തിലോടുന്ന പല വ്യവസായങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. സർക്കാർ ഉദ്യോഗത്തിൽ നിൽക്കുന്നവർക്ക്, വേറെ ജോലി നിൽക്കുന്നവർക്ക് ഒക്കെ നമുക്ക്, അതായത് പ്രൈവറ്റ് ജോലി നിൽക്കുന്നവർക്ക് ഒക്കെ ജോലിയിൽ ഒരു കാര്യമായ മാറ്റം പറയപ്പെടുന്നുണ്ട്. ധാരാളം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. പരദൂഷണം അതിനെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞ് പരത്താനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും വലിയ താമസമില്ല, കരകയറുന്നതായിരിക്കും. അല്പം പാഴ്ചലവുകൾ വന്നു തരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കുറയ്ക്കുക. സമയത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, അതിന് വിഷമം വരെ ഒരു വേട്ടയാടിയെന്ന് വരാം. പണയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിറ്റുപോയ വസ്തുക്കൾ എന്തെങ്കിലും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത 2026 കാണുന്നുണ്ട്. എല്ലാ കർമ്മരംഗങ്ങളിലും ഒരു എടുത്തുചാട്ടം ഒന്ന് കുറയ്ക്കുന്നത് വളരെ നന്നായിട്ട് പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ സർക്കാർ ഇടപെടലൊക്കെ ഉണ്ടായി എന്ന് വരാം. കൂടുതൽ സമയം ബിസിനസ്സിനായിട്ട് ചിലവഴിക്കുന്നു, വീട്ടുകാർക്ക് വേണ്ടി ചിലവഴിക്കുന്നില്ല എന്നൊരു പഴി കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമി, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനുള്ള സാധ്യത 2026 കാണുന്നുണ്ട്. ധനാർജനം ഉണ്ടാവാൻ, അതായത് ധനം നല്ല രീതിയിൽ ആർജിക്കാനുള്ള അവസ്ഥ, സന്താനങ്ങളുടെ കാര്യത്തിനായിട്ട്, ക്ഷേമത്തിനായിട്ട് ഒക്കെ നമുക്ക് ധാരാളം പൈസ ചെലവഴിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. പ്രായമായവർക്കായി പറഞ്ഞ ക്ഷേമ പെൻഷനെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൂർവിക സ്വത്തുക്കൾ കിട്ടാനായിട്ട് കേസൊക്കെ നിൽക്കുന്നവർക്കായാലും അതിൽ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അത് അലട്ടിക്കൊണ്ടിരുന്ന പല വിഷയങ്ങളും, അനാവശ്യമായ പല കാര്യങ്ങളും അതിനെ അലട്ടിക്കൊണ്ടിരിക്കും. അതിൽ നിന്നൊക്കെ ഒരു കരകയറാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പങ്കാളിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പിതാവിന് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ രോഗത്തിൽ ഒരു മുക്തി നേടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മനസ്സിന് ഉന്മേഷം കൂടുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ അയലത്തുകാരെ ചെറിയ കലഹതകളൊക്കെ ഉണ്ടാകും. അത് രമ്യതയിൽ പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നത്. അനാവശ്യമായിട്ട് പിടിവാശികൾ കുറയ്ക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ക്രയവിക്രയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ നഷ്ടങ്ങൾ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. വീട്ടിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്ത് അതിൽ ഒരു സന്തോഷമുള്ള അവസ്ഥകളൊക്കെ പറയപ്പെടുന്നുണ്ട്. പിതാവിൽ നിന്നും വേണ്ടത്ര സഹായം വർഷാന്ത്യത്തിൽ ലഭിച്ചു എന്ന് വരികയില്ല. ഒരു സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നൊരു പഴി ചെറിയ രീതിയിൽ കേൾക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തറവാട് സ്വത്ത് ഭാഗിച്ച് അവൻ്റെ കടത്തിൽ നിന്നൊക്കെ തലയുയരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പ്രായണ നമുക്ക് ഒരു ഗുണകരമായിട്ട് വർഷം തന്നെയായിട്ട് നമുക്ക് പറയാവുന്നതാണ്.